അമ്മ ഇന്നെന്താ സ്പെഷ്യല്? നമുക്കൊന്ന് കോഴിക്കോട് കൊണ്ട് കപ്പപ്പുട്ട് ഉണ്ടാക്കിയാലോ? എന്നാ നമുക്ക് ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ കപ്പപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ജീരകം, 1 കപ്പ് തേങ്ങ. നമുക്ക് കപ്പ അരിഞ്ഞെടുക്കാം. തുടങ്ങാണ്. അപ്പം നമുക്ക് ഇതിൽ നമുക്ക് ഉരച്ച് കഷ്ണങ്ങളാക്കിയെടുക്കാം കേട്ടോ. കപ്പ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാവേ. അടുത്തതായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. 1 കപ്പോളം എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി. അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ കുഴക്കണേ, അപ്പോഴേ നന്നായിട്ടൊന്ന് മിക്സ് ആകുള്ളൂ. ഇത് നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. ഈ പൊടിയും വെച്ച് വേണം നമ്മൾ ഇത് തിരുമ്മി യോജിപ്പിക്കാൻ. ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ലേശം ജീരകം കൂടി ചേർത്ത് കൊടുക്കാവേ. നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പോളം നമ്മൾ തേങ്ങ ചിരട്ടി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് യോജിപ്പിക്കാവേ. ഇതിൽ ചേർത്ത് യോജിപ്പിക്കുന്നതിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കുഴച്ചു വെച്ച് പൊടി നമ്മൾ മാറ്റി വെക്കുവാണേ. അപ്പൊ നമുക്ക് പുട്ടുകൂടം വെക്കാവേ. ഇനി പുട്ടുകൂടം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ ഈ പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇങ്ങനെ വേറെ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം ഇടയ്ക്ക്, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ലെയറായിട്ട് ഇത് തേങ്ങ ഇട്ട് കൊടുക്കണം, എന്നാലേ അതുകൊണ്ട് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പുട്ടിപ്പം വേക്കാം കേട്ടോ. നമ്മൾ അരിപ്പുട്ട് ഉണ്ടാക്കുന്നത് പോലെയല്ല, കപ്പ ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ട് ഇത്തിരി കുറച്ച് കൂടുതൽ നേരം വേവിക്കണം, എന്നാലേ ഇത് നന്നായിട്ട് വേവുള്ളൂ. അപ്പം നമ്മുടെ കപ്പപ്പുട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് പാത്രത്തിൽ വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ ലെയറായിട്ട് വേണം പുട്ടിൽ ഇട്ടിടാൻ. ഇതൊരു നല്ല ടേസ്റ്റുള്ള നല്ലൊരു പുട്ടാണ്. എല്ലാവരും അരിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഗോതമ്പ് പൊടിയിലാണ് നല്ലത്. ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് കറിയൊന്നും വേണ്ട, കറിയില്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റുള്ളൊരു പുട്ടാണിത്. പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വാളാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ പുട്ട് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പുട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. 1 കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന പുട്ട് പോലെ അല്ല, അതിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കപ്പയും കൂടി വന്നപ്പോ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അത് മനസ്സിലാകും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.